ഷാജാനെ, ഹാഫിൽ ഉസ്താദിന്റെ പെണ്ണുങ്ങള്. ഓൻ ആപ്പിളോ? ഏതാപ്പിള്? ഓൻ എന്ത് ആപ്പിളാണോ? ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ഞാൻ ആപ്പിളായിട്ടുണ്ട് പച്ച നനയം പറഞ്ഞാല് അത് വിശ്വസിക്കാൻ പോണോ കഴുത? വെറുതെ അല്ല കഴുത പ്രാർത്ഥന നടത്തി നിങ്ങള് കഴുതകളായത്. ഓൻ ആപ്പിളോ? അയാളെ ആ സ്ത്രീയുടെ മുഖത്തേക്ക് ആരെങ്കിലും തുറിച്ചു നോക്കുന്ന ആ ഒരു അവസ്ഥയിൽ ആ പെണ്ണ് അവരുടെ മൂടുപടം താഴത്ത് ഇടാതെ നിന്ന് എന്നത് തെറ്റ് തന്നെയാണ്, സംശയമില്ല. ആ ഒരു തെറ്റല്ല എന്ന് ഇവിടെ ആരും സമ്മതിക്കണില്ല. അതേ സമയത്ത് അവരുടെ അവസ്ഥ എന്ത് എന്നുള്ളത് ഇവിടെ അറിയില്ലല്ലോ. പക്ഷെ ഇവിടെ അതല്ലല്ലോ വിഷയം. നിങ്ങളെ ഏറ്റവും വലിയ കുത്തുബും ഷെയ്ഖും മുദബ്ബിറും ഒക്കെ ആയ കാന്തപുരത്തിനെ കുറിച്ചിട്ട് ഇവിടെ അപ്പൊ നിങ്ങളെ കയ്യിൽ നിങ്ങൾ നിരായുധരാ, നിങ്ങള് ഒരു കുന്തവും നിങ്ങളെ കയ്യിലില്ല. എന്നിട്ട് പച്ച നുണ പറയാണ്. എന്താ തൊലിക്കട്ടി? ആണായി പറഞ്ഞവനാണെങ്കിൽ നിങ്ങളാ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം, ജനനത്തിൽ തകരാറില്ലെങ്കിൽ. അത് പറയുമ്പോ കുറച്ചൊക്കെ തെളിവുണ്ട് കൊണ്ടുവരൂലേ? അതിനെന്നെ നമ്മളങ്ങനെ ചോദിച്ചത്. നമ്മളെ ജിഷാന് പറഞ്ഞ കുറെ ആരോപണം, അതിന്റെ യഥാർത്ഥ തെളിവുകളും കാര്യങ്ങളും ആളെ കൊണ്ടുവന്ന സംഗതികളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് ഇതെത്തൂലല്ലോ ഷാജാനെ. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് തിരികേശം എന്ന് പറയുന്ന ആ മുടിയിൽ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യന് വിശ്വാസമില്ല. അദ്ദേഹം കപടനാണെന്ന് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് രേഖകൾ കൊണ്ട് ഞാൻ സമർത്ഥിക്കും. പണ്ഡിതന്മാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓൺലൈനിലുള്ള ക്ലാസ് റൂമിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ കരിവാരി തേച്ച ആ പറയുന്ന രാമന്തള്ളിയെ പറ്റി ഒരു വാക്ക് ഉച്ചരിക്കാൻ ഈ മുനാഫിഖായ നൗഷാദിന് സാധിച്ചോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആ നൗഷാദിന് സാധിച്ചോ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ തെറ്റിക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ എന്റെ കയ്യിൽ നിന്ന് രേഖകൾ കൊണ്ടുപോയെന്നും ആ രേഖകളൊക്കെ പണ്ഡിതന്മാർക്കെതിരെ ഈ സാധുവായ ഞാനിപ്പോ നിഫാക്കുള്ള മനുഷ്യനാണല്ലേ നൗഷാദെ? ഇറങ്ങിക്കോ മോനെ, ഇത് കായക്കൊടിയില്ല, കായക്കൊടി ഇരുത്താൻ പറ്റിയേക്കാം. പക്ഷേ അള്ളാന്റെ ദീന് വെച്ചിട്ട് നീയൊക്കെ വിറ്റ് കളിക്കുന്ന കളിയുണ്ടല്ലോ, നടക്കൂലേനി. കാരണം ഈ നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചെയ്ത വഞ്ചന അത് നമ്മുടെ ഒരു വിഭാഗം പണ്ഡിതന്മാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയണം, ഈ മനുഷ്യൻ പറഞ്ഞു, ഒറ്റ വാക്യം പറയാണ്, ഇയാളെ കാപട്ടത്തിന്റെ വാക്ക്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22-ന്റെയും അതുപോലെ തന്നെ ഓഗസ്റ്റ് 27-ന്റെയും മധ്യത്തിലുള്ള, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് 26-ന് രാത്രി സിറാജുൽ ഹുദയിൽ രാത്രി 10 മണി മുതൽ പുലർച്ചെ 4:15 വരെ, 10:15 മുതൽ 4:15 വരെ ദീർഘമായ 5 മണിക്കൂർ ഞാനും പേരോട് ഉസ്താദും അടച്ചിട്ട റൂമിൽ സംസാരിച്ച രേഖകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഈ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറായ റാഫിയുടെ അടുക്കൽ റെക്കോർഡ് ചെയ്യുന്ന സാധനം കൊടുത്തയക്കുകയും എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേന്ന് ഈ പറയുന്ന നൗഷാദും മുഹമ്മദ് രാമന്തള്ളിയും ഈ പറയുന്ന സാധുവായ എന്റെ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോയ ഈ മുനാഫിക്കായ മനുഷ്യൻ ഈ പേരോട് ഉസ്താദിന്റെ റെക്കോർഡ് ഇവൻ ചെയ്തില്ലേ? മരിക്കണ്ടേ നൗഷാദേ? നിനക്കൊക്കെ മരിക്കണ്ടേ? ഖബറിലേക്ക് പോകണ്ടേ നൗഷാദേ? ഇത് പറയുന്നത് ജിഷാൻ കളവാണെങ്കിൽ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന നൗഷാദിന് അള്ളാന്റെ ഖുർആനിൽ വിശ്വാസമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കളവാണെന്ന് നൗഷാദ് പറയും, നൗഷാദ് പറയുന്ന കളവാണെന്ന് ഞാനും പറയും. ഞാൻ തയ്യാറാണ് ഒരു പോളിഗ്രാഫ് ടെസ്റ്റിന്, ഒരു കളവ് പരിശോധന ടെസ്റ്റിന് ഈ പറയുന്ന നൗഷാദും മുഹമ്മദ് രാമന്തള്ളിയും തയ്യാറുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പുറത്തുക. ഈ രേഖകൾ മുഴുവനും SSFകാർക്ക് കൈമാറിയത് മുഹമ്മദ് രാമന്തള്ളി എന്ന് പറയുന്ന വഞ്ചകൻ ഈ പറയുന്ന നൗഷാദിന്റെ സമ്മതത്തോടു കൂടിയാണെന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ തെളിയിക്കും. തയ്യാറുണ്ടെങ്കിൽ നൗഷാദ് ഒരുങ്ങിക്കോ. അതുകൊണ്ട് ശാസ്ത്രീയപരമായ ടെസ്റ്റുകൾക്ക് തയ്യാറുണ്ടോ? വേറെ സാക്ഷികളൊന്നുമില്ലല്ലോ. അള്ളാഹ് നിങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഈ പറയുന്ന നൗഷാദിന്റെ ഡ്രൈവറെ വിട്ടിട്ട് റെക്കോർഡർ എന്റെ കയ്യിൽ എത്തിച്ചിട്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സംസാരം നീ ചോർത്തണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിപ്പിച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് ഈ വഞ്ചകനായ മനുഷ്യൻ ഇപ്പൊ പറയുന്നു പേരോട് ഉസ്താദിന്റെ അടക്കോ റെക്കോർഡ് ചെയ്തു. പിന്നെ അവന്റെ കഥ എന്താണ്? ഉളുപ്പുണ്ടോ മനുഷ്യ? നിനക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു പണ്ഡിതൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വേദികൾ ഉപയോഗപ്പെടുത്തിയിട്ട് പാവപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ പറഞ്ഞു തീർക്കുന്ന ഒരു വിഷയം ഈ സമൂഹമത്തെ വലിച്ചിട്ട് ആളുകളെ തമ്മിലടിപ്പിച്ചിട്ട് ഈ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ നൗഷാദ് അഹ്സനി നടത്തിയ ഗൂഢാലോചന പറയാനുണ്ട്, ഒരുപാടുണ്ട്. ഈ കഴിഞ്ഞ റമളാനോടനുബന്ധിച്ച്
ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ വീട്ടിൽ ഈ പറയുന്ന നൗഷാദ് 1.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അടച്ചിട്ട റൂമിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 1000 കുതിരശക്തിയോടെ പറയുന്നു, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ ചതിച്ചിട്ട് നൗഷാദ് അശ്വിൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ 1.5 മണിക്കൂർ ക്ലിപ്പ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിഷേധിക്കാൻ തയ്യാറുണ്ടോ നൗഷാദെ? ഇറങ്ങിക്കോ, നമുക്ക് ടെസ്റ്റ് നടത്താം, ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് പോവാം. വെല്ലുവിളിയാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ മുജാഹിദീങ്ങളെ പറ്റിക്കുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണക്കാരെ പറ്റിക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട. ഉസ്താദ് നടത്തിയ ചില പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ആ വിഷയം ക്ലിപ്പുകളിൽ നിന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ഉസ്താദ് അങ്ങനെ ഒരു വിഷയം പറയുന്നുണ്ട് എന്ന് ജിഷാൻ പറഞ്ഞപ്പോ അവൻ മുഖേന തന്നെ ഉസ്താദിന്റെ വീട്ടിൽ പോയി നേരെ ഞാനത് ചോദിച്ചു പഠിച്ചിട്ടുണ്ട്. എന്താണ് ഉസ്താദിന് ആ വിഷയത്തിൽ പറയാനുള്ള മാനദണ്ഡം? അപ്പൊ ഉസ്താദ് അവർ പറഞ്ഞത് ജിഷാൻ എന്ന ഇവൻ പറഞ്ഞതനുസരിച്ച് അവനെ വിശ്വസിച്ചുകൊണ്ട് അവൻ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണെന്നാണ് ഉസ്താദ് മനസ്സിലാക്കിയത്. അവൻ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ അയാളുടെ സ്ഥിതി ഇന്നതാണ്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും മറ്റു പണ്ഡിതന്മാരും ബ്രഹ്മ ഉസ്താദും എല്ലാം ഈ ചങ്ങാതി അതിന് പറ്റാത്ത ആളാണ്. ഈ ജിഷാൻ എന്ന് പറയുന്ന ആള് അവരുടെ വാക്ക് കേൾക്കാൻ പറ്റാത്ത ആളാണ് എന്ന് മനസ്സിലാക്കുകയും ആ വാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്തപ്പോ അത് 100% നിബിധങ്ങളുടേതാണ്. എനിക്കതിൽ സംശയമില്ല. എന്റെ ഉമ്മക്ക് പോലും മരണസമയത്ത് ഞാൻ കൊടുത്തത് അതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥിതിയിൽ വീണ്ടും ആ വിഷയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, പൂനൂരിലും കോഴിക്കോട്ടും നടന്ന പൊന്മള ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. ഒരു സംശയവും ഇല്ല, നിബിധങ്ങളുടേത് തന്നെയാണ്. ഈ ജിഷാനിന്റെ ചില പരാമർശങ്ങൾ അവനെ വിശ്വസിച്ചുകൊണ്ട് നടത്തിയ ചില വാക്കുകൾ അത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ തന്നെ അവനെ തള്ളിക്കളയുകയും ഈ വിഷയത്തിൽ ഒരു സംശയവുമില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിയ സ്ഥിതിക്കോ ഇനി അതിനെ സംബന്ധിച്ച് പറയുന്നത് അത് സത്യത്തോട് ഒരിക്കലും യോജിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ ആ പറയുന്ന ആൾക്ക് തന്നെ അതിന് വിശ്വാസം ഉണ്ടാവില്ല. ഇത് രാമന്തരി അതൊരു ആരോപണം പറയുന്നുണ്ടെങ്കിൽ പെണ്ണുത്താൻ ഇമാങ്കാരി അഞ്ചാക്കിയ ആളാണ് എന്ന് അയാൾ മനസ്സിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്ലാം ഇമാങ്കാരി അഞ്ചാക്കിയാൽ പിന്നെ അയാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമല്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. പെണ്ണ ഉസ്താദ് ഈമാൻകാര്യം വിശദീകരിച്ച ഒരു ഹദീസിന്റെ അർത്ഥം ആ പുസ്തകത്തിൽ എഴുതിയതാണ്. ഈമാൻകാരിയായാലും എന്തായാലും ഹദീസുകളും ആയത്തുകളും എല്ലാം കൂടി വെച്ചിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ പറയുക. ആളാണ് അല്ലെങ്കിൽ ഇസ്ലാംകാരി അഞ്ചാണ്, ഇതൊക്കെ നമ്മൾ ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ കണ്ടെത്തുന്നത് എല്ലാ ഹദീസുകളും നോക്കിയിട്ടാണ്. അതിന്റെ സംഗ്രഹമാണ് ഈ പറഞ്ഞത്. അതേ സമയത്ത് പൊന്മള ഉസ്താദ് ആ പുസ്തകത്തിൽ പറഞ്ഞത് ഒരു ഹദീസിന്റെ അർത്ഥമാണ്. ആ ഹദീസിൽ പറഞ്ഞ 5 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം 6ാമത്തെ ഒന്നും ഇല്ല എന്നല്ല. ഒരു ഹദീസിന്റെ അർത്ഥം പറയുമ്പോൾ അവിടെ നമ്മളെ വകയിൽ കൂട്ടാൻ പറ്റൂലല്ലോ. അതേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഉസ്താദിന്റെ ഒരു അബദ്ധമായി അതിനെ വിലയിരുത്തിയത് തെറ്റാണ്. ഹദീസിൽ അല്ലെങ്കിൽ പിന്നെ ആ തെറ്റ് ബുഖാരി മാമന് തെറ്റിയെന്നോ നിബിധങ്ങൾക്ക് തെറ്റിയെന്നൊക്കെ അവർ പറയേണ്ടി വരും. കാരണം ബുഖാരിയിലുള്ള ഹദീസിൽ അതേപോലെ നിബിധങ്ങൾ പറഞ്ഞ ഹദീസിൽ 5 ഉള്ളൂ. വേറെ ഹദീസിൽ നിന്ന് കണ്ടെടുത്തതാണ് അല്ലെങ്കിൽ കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ അവിടെ അതേ പറയാൻ പറ്റൂ. അതാണ് അവിടെ വിശദീകരിച്ചത്. നമുക്കൊരു മരണമുണ്ടെന്നും ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അവിടെ പണ്ഡിതന്മാർ ഉത്തരം പറയേണ്ടി വരുമെന്നും വളരെ കൃത്യമായ ഒരു ബോധം നഷ്ടപ്പെടുമ്പോ സഹോദരങ്ങളെ, അതാണ് വലിയ ഒരു മാരക ദുരന്തമായി നമ്മൾ എണ്ണുന്നത്. അത് ചെറിയ ഇറക്കല്ല. അതേ നിങ്ങൾ കണ്ടിട്ട് ശവ്വാലല്ല, അടുത്തിന് വരുന്ന ശവ്വാൽ അത് 1.5 ഇറക്കുള്ള ശവ്വാലാ. ഷെയ്ഖുന പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പൊ അവരെങ്ങനെ ബേജാറാക്കണ്. ഇതൊരു 1.5 ശവ്വാലാന്ന് പറഞ്ഞിരുന്നു. ആ എടാ ചെങ്ങായിമാരെ, ഏത് ലോകത്തങ്ങള് ജീവിക്കണത്? എന്നിട്ടോ തെരഞ്ഞു നടന്നിട്ട് സങ്കടത്തിന് അരിച്ചു കൊടുത്തപ്പോ മഹാസങ്കടം വിരിയൊന്ന കോലപ്പോ. നോക്കണ്ട. ആളെ മനസ്സിലായ നമ്മുടെ ആഫിദ് കുരുവട്ടൂരാണ്. ഇന്നലെ വേഷം മാറിയിട്ട് ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ ഡാൻസ്, പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു. ദുഷ്പ്രചരണങ്ങൾ പല രൂപത്തിൽ കടന്നു വരും. നമ്മൾ മുനാഫിക്കുകൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരാൾക്ക് അജ്ഞത ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അജ്ഞതയെ അലങ്കാരമായി കൊണ്ടു നടക്കാൻ പാടുണ്ടോ? ഏതെങ്കിലും ഒരാണ് കാണുന്ന ഉറപ്പാവലപ്പെടാ നേരെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോ
ഇവരെ എത്രമാത്രം ഒരു നിരായുധരാ. ഞങ്ങളതിന്റെ കൃത്യമായ മസ്അല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്യ പുരുഷന്മാരെ മുമ്പിൽ ഭംഗി പ്രകടിപ്പിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അവറ്റകള് പാവങ്ങള് പലതും കുടുങ്ങാൻ പോവല്ലേ. മശായിഖന്മാരെങ്ങനെ ഒളിച്ചു നോക്കി അതിൽ വ്യാജ ഫോട്ടോ ഉണ്ടാക്കി വ്യാജ വീഡിയോ നിർമ്മിച്ച് ഈ രൂപത്തിൽ വസുവാസ് ഉണ്ടാക്കി മുന്നോട്ട് പോകാനല്ലാതെ എന്തിനു പറ്റും നിങ്ങളെ എന്ന് ആളുകൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഞങ്ങളെ നേർക്ക് കുതിര കയറാൻ വന്നാൽ ഇന്ത്യ രാജ്യമാണ്, നിയമപരമായി ഞങ്ങൾ നേരിടും. ഓർമ്മ വേണം എന്ന് പറഞ്ഞു നോക്കി. നമ്മളെ ശൈവന ഗ്ലോബൽ വില്ലേജിൽ നടന്നപ്പോൾ ഏത് കിതാബിൽ അത് പറ്റൂല എന്നുള്ളത് എത്ര വലിയ, നിങ്ങൾ ഏത് യുഗത്തിലാണുള്ളത്? അപ്പൊ നിങ്ങളെ കയ്യിൽ നിങ്ങൾ നിരായുധരാ. നിങ്ങള് ഒരു കുന്തവും നിങ്ങളെ കയ്യിലില്ല. എന്തിനാ പോയത് ഒന്ന് പറയട്ടെ. അന്നരായ ശൈഖുന ദുബൈയിൽ ഒരു വസ്തു വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങാടിയിൽ പോയ ഒരു സംഭവം വരുന്നത്. അപ്പോഴേക്ക് ഇവര് ചാടിയിറങ്ങി. നിങ്ങളുടെ ഷെയ്ഖ് അങ്ങാടിയിൽ എന്താ ഓൽക്ക് അങ്ങാടി പോകാൻ പറ്റൂലേ? എന്നിട്ട് പച്ച നുണ പറയാണ്. എന്താ തൊലിക്കട്ടി? ആണായി പിറന്നവനാണെങ്കിൽ നിങ്ങളാ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം, ജനനത്തിൽ തകരാറില്ലെങ്കിൽ. അത് പറയുമ്പോ കുറച്ചൊക്കെ തെളിവുണ്ട് കൊണ്ടുവരൂലേ? അതിനെന്നെ നമ്മൾ അങ്ങനെ ചോദിച്ചത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.